ഇപ്പോൾ ബെൻസൺ കൂടി ചേരുന്നുണ്ട്. ബെൻസൺ, കഴിഞ്ഞ തവണ 76.6% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്രാവശ്യം കണക്കുകൾ എങ്ങനെയാണ്? എത്ര വോട്ടർമാരുണ്ട്, എത്ര സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്? മുന്നണികളുടെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയൊക്കെയാണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ 76% മുകളിലായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതിൽ കൂടുതൽ പോളിംഗ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്, വിലയിരുത്തലുകളാണ് ഉള്ളത്. അതിന്റെ കാരണം കഴിഞ്ഞ തവണ 3 പ്രധാന സ്ഥാനാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. LDF സ്വതന്ത്രനായ അൻവർ, UDF സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി, പിന്നെ മറ്റ് SDPI പോലുള്ള പാർട്ടികൾ, പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിമാർ. പക്ഷേ ഇത്തവണ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളോടൊപ്പം LDF, UDF, NDA സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ 4 പ്രധാന സ്ഥാനാർത്ഥികൾ വരുന്നു. അപ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിക്കാനുള്ള സാധ്യത അത്തരത്തിലുണ്ട് എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. നിലവിൽ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ആകെ 2,32,381 പേർക്കാണ് മണ്ഡലത്തിൽ വോട്ടവകാശമുള്ളത്. ഇതിൽ 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരുമാണുള്ളത്. 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിൽ 7,787 പേർ പുതിയ വോട്ടർമാരാണ്, കന്നി വോട്ടർമാരാണ്. 373 പ്രവാസി വോട്ടർമാരും 324 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹോം വോട്ടിന് അനുമതി ലഭിച്ച 1254 പേർക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം 9 മുതൽ ആരംഭിച്ചിരുന്നു. നിലവിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 7,787 പേർ പുതിയ വോട്ടർമാരാണ്, കന്നി വോട്ടർമാരാണ്. സ്വരാജ് അടക്കമുള്ള യുവ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ, സ്വരാജിന് നമുക്കറിയാം, LDF സ്ഥാനാർത്ഥി സ്വരാജിന് വലിയ രീതിയിലുള്ള യുവ തലമുറയിൽ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ യുവ വോട്ടർമാരുടെ വോട്ടുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട 7,000-ലധികം വോട്ടുകളുണ്ട്. അത് നമുക്കറിയാം, കഴിഞ്ഞ തവണ LDF സ്വതന്ത്രനായി മത്സരിച്ച അൻവർ 2,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ, 2,700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം 2,700, 2,000 വോട്ടുകൾക്കെല്ലാം തന്നെ വലിയ പ്രാധാന്യം, ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയിച്ചത്. അപ്പോൾ ഈ വോട്ടുകൾക്കെല്ലാം തന്നെ വലിയ പ്രാധാന്യമുണ്ട്. 7,787 കന്നി വോട്ടർമാരെന്ന് പറയുമ്പോൾ ഈ പുതുതായി വോട്ട് ചെയ്യാനെത്തുന്ന ഈ യുവ വോട്ടർമാരുടെ വോട്ടുകൾക്കെല്ലാം വലിയ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ തവണ 76.6% വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. LDF, UDF സ്ഥാനാർത്ഥികളുടെ വോട്ട് വ്യത്യാസം പരിശോധിച്ചാൽ അത് 1.54% വോട്ടിന്റെ വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 2,700 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമായിരുന്നു അന്ന് അൻവറിനുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുറഞ്ഞ വോട്ടുകൾക്ക് പോലും വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 പ്രധാന സ്ഥാനാർത്ഥികൾ ഉള്ളതിനാൽ തന്നെ വോട്ട് ഷെയർ, എത്രത്തോളം വോട്ടുകൾ ആളുകൾക്ക് ലഭിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിജയം, അല്ലെങ്കിൽ വിജയത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമായി കുറഞ്ഞ വോട്ടുകൾ മാറും. അതിനാൽ തന്നെ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നതാണ് ഓരോ സ്ഥാനാർത്ഥികൾക്കും ഗുണകരമാവുക എന്ന വിലയിരുത്തലുകളാണ് ഉള്ളത്. 76% മുകളിൽ പോളിംഗ് പോകുമോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഉപതെരഞ്ഞെടുപ്പാണ്, കാലാവസ്ഥ പ്രശ്നങ്ങളുണ്ട്, എത്രത്തോളം ആളുകൾ വന്നു ചേർന്ന് പോളിംഗ് നടത്തും, അല്ലെങ്കിൽ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കും എന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചു വരുന്നു. പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്താൻ, തങ്ങളുടെ പരമാവധി അണികളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഓരോ മുന്നണികളുടെ ഭാഗത്തു നിന്നും, പാർട്ടികളുടെ ഭാഗത്തു നിന്നും, സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നും, സ്ഥാനാർത്ഥികൾക്കായി വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ പരമാവധി ആളുകൾ എത്തിച്ചേരും, സമ്മതിദാനാവകാശം വിനിയോഗിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 22 ദിവസത്തെ പരസ്യ പ്രചാരണം, 1 ദിവസത്തെ നിശബ്ദ പ്രചാരണം, ഇവയെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതായത് സ്ഥാനാർത്ഥികളുടെയും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും അവർക്ക് ചെയ്യാനാവുന്നതെല്ലാം ഇക്കാലയളവിൽ ചെയ്തു കഴിഞ്ഞു. ഇനി വിധി എഴുതുന്നത്, തീരുമാനം, അത് സാധാരണ ജനങ്ങളുടേതാണ്. അവർ എത്തി വോട്ട് ചെയ്യണം. ആർക്ക് വോട്ട് ചെയ്യണം എന്നതിനെപ്പറ്റി അവർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിന്റെ ഫലം 23-ാം തീയതി അറിയാം. ഇന്ന് ജനങ്ങൾ എത്തിച്ചേർന്ന് വോട്ട് ചെയ്യും. ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നതിൽ അത് ജനങ്ങളുടെ തീരുമാനമാണ്. 263 ബൂത്തുകളാണുള്ളത്. നമുക്ക് ഈ ബൂത്തുകളുടെ പ്രവർത്തന ശൈലി നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഓരോ ബൂത്തിന്റെയും ബൂത്ത് നമ്പർ ഇത്തരത്തിൽ ബൂത്തുകൾക്ക് മുൻപിൽ എഴുതിയിട്ടുണ്ടാവും. ഇത് 197-ാം നമ്പർ ബൂത്താണ്. ഇതിൽ പുരുഷന്മാർ ഈ ഭാഗത്താണ് പുരുഷന്മാർ വരി നിൽക്കുക. അവർ ഈ വശത്ത് കൂടെ കയറും. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ വശത്ത് സ്ത്രീകൾ മറുവശത്ത് ഈ സ്ഥലത്താണ് വരി നിൽക്കുക. അപ്പോൾ ഓരോരുത്തരെയായി ഒരു സ്ത്രീ, അതിനുശേഷം ഒരു പുരുഷൻ എന്ന നിലയിൽ അവരെ കയറ്റും. അതോടൊപ്പം തന്നെ ഈ ബൂത്തുകളിൽ ഇത്തരത്തിൽ ഏതൊക്കെയാണ് സ്ഥാനാർത്ഥികൾ. നിലമ്പൂർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ്. വോട്ടെടുപ്പ് 7 മണിക്ക് ആരംഭിക്കും. മോക്ക് പോൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനടുത്തായി നടക്കുന്ന പ്രചാരണത്തിന് ഇന്ന് ജനം വിധിയെഴുതുകയാണ്. ബെൻസൺ ബാബുവും
ശാന്തകുമാർ വെള്ളാലത്തുമാണ് വിവരങ്ങൾ നൽകിയത്.